നട്ടലിന്റെ വളവുമായി ദീർഘകാലമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന യുവതിക്ക് ആശ്വാസമേകി കാരിത്താസ് ആശുപത്രിയിലെ ഓർത്തോ വിഭാഗത്തിലെ ഡോക്ടർമാർ. കൗമാരപ്രായത്തിലുള്ളവർക്ക് നട്ടലിൽ ബാധിക്കുന്ന ഇഡിയോപാത്തിക് സ്കോളിയോസിസ് എന്ന വളരെ വിരളമായ അവസ്ഥ ബാധിച്ച യുവതിയെയാണ് നീണ്ട 8 മണിക്കൂർ സർജറി കൊണ്ട് ഡോക്ടർ ജോമിൻ നട്ടലിലെ വളവ് നിവർത്തി ശരിയാക്കിയത്. ഇങ്ങനെയുള്ള ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കാലുകൾക്ക് തളർച്ചയുണ്ടാവുന്നതാണ് പ്രധാനപ്പെട്ട സങ്കീർണത. ഇത്തരത്തിലുള്ള കുഴപ്പം വരാതിരിക്കാൻ ഓപ്പറേഷൻ നടക്കുമ്പോൾ രോഗിയുടെ കാലുകളുടെ ബലം നോക്കാനുള്ള നൂതന സംവിധാനമായ ന്യൂറോ മോണിറ്റോറിംഗിന്റെ സഹായത്തോടെയാണ് ഓപ്പറേഷൻ നടന്നത്. സർജറി കഴിഞ്ഞ് സുഖപ്പെട്ടു വരുന്ന രോഗിക്ക് അധികം വൈകാതെ തന്നെ സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാനാവും. 1 മാസത്തെ വിശ്രമത്തിന് ശേഷം സർജറി കഴിഞ്ഞ പെൺകുട്ടി പഠനം തുടരുന്നതിനായി UK പോവുകയാണ്. എല്ലുരോഗ സംബന്ധിയായ ഇത്തരം സങ്കീർണതകളെ പാർശ്വഫലങ്ങൾ കൂടാതെ ഭേദമാക്കാൻ കഴിയുക എന്ന പൂർവ്വ നേട്ടം കാരിത്താസ് ഓർത്തോ വിഭാഗത്തിന്റെ പ്രാഗൽഭ്യമാണ്. ദീർഘകാലത്തെ ഗവേഷണങ്ങളുടെ അനന്തരഫലവും നൂതന സാങ്കേതിക ചികിത്സാ രീതികളുമാണ് ഈ നേട്ടം കൈവരിക്കുന്നതിന് കാരിത്താസിന് ആത്മവിശ്വാസം നൽകുന്നത്. നട്ടലിന്റെ വിവിധതരം പ്രശ്നങ്ങൾക്കുള്ള നൂതന ചികിത്സാ രീതികളായ എൻഡോസ്കോപ്പിക് നട്ടൽ ശസ്ത്രക്രിയ, കൃത്രിമ ഡിസ്ക് മാറ്റിവെക്കൽ, വേദനയ്ക്കുള്ള എപ്പിഡ്യൂറൽ കുത്തിവയ്പ് എന്നിവയും കാരിത്താസ് ഓർത്തോ വിഭാഗത്തിന്റെ സവിശേഷതകളാണ്.